രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ അങ്ങനെ നാളെ നീളെ ഇങ്ങനെ പറഞ്ഞ് അവസാനം ശനിയാഴ്ച വിധി പറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ശനിയാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ജാമ്യാപേക്ഷയിലെ വിധി അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ വരുന്നത് നമുക്ക് ശനിയാഴ്ച നോക്കാം. അതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ശനിയാഴ്ച വിധി അനുകൂലമായിട്ടാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനും ആശ്വസിക്കാം. കാരണം രാഹുൽ മാങ്കൂട്ടം ശക്തമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു സൂചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്ന ജാമ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതികൂലമായിട്ടാണ് അവർ ജാമ്യം ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കത്തില്ല എന്നാണ് വിധി വരുന്നതെങ്കിൽ അതിലൂടെ ഈ പറഞ്ഞിട്ടുള്ള കേരള സമൂഹത്തിനും വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്കും എന്ത് മെസ്സേജാണ് നൽകുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചോണം. കാരണം ഇതൊരു റേപ്പ് കേസിൻ്റെ പരിധിയിൽ വരുന്ന ഒരു സംഭവമല്ല. ഇത് ഉഭയകക്ഷി പ്രകാരം രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി ചെയ്ത പരിപാടിയാണ്. ഇത് അതുമാത്രമല്ല, സ്വന്തം ഹസ്ബൻഡ് സ്വന്തം കുടുംബജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവെ തന്നെ മറ്റൊരാളെ അത് അറിയിപ്പിക്കാതെ അയാളെ കല്യാണം കഴിക്കാം എന്ന് ഒരു ഭർത്താവ് ഉണ്ട് എന്ന് മറച്ചു വെച്ചുകൊണ്ട് അയാൾ കല്യാണം കഴിക്കും അല്ലെങ്കിൽ അയാളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയാളിലേക്ക് പോയി അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമ്പോഴത്തേക്ക് വീട്ടമ്മമാരായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളും സമൂഹവും നാളെ അവർക്ക് എന്ത് മെസ്സേജാണ് ഇതിലൂടെ കൊടുക്കേണ്ടത്? നാളെ നിങ്ങളെല്ലാവരും കല്യാണം കഴിഞ്ഞിട്ടുള്ള വീട്ടമ്മമാരെല്ലാം ഇതുപോലെ അങ്ങ് ചെയ്യണമെന്നാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിലൂടെ കൊടുക്കുന്ന ഒരു മെസ്സേജ്. അപ്പോൾ എന്തായാലും വിധി കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പം അത്രേ പറയാനുള്ളൂ. അപ്പം ഇവിടെ രാഹുൽ മാങ്കൂട്ടുമായിട്ടുള്ള ഈ ഒരു കേസിൽ ഈ ഒരു വിഷയം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ എവിടുന്നാന്ന് നമുക്കറിയാം. റിനി എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയിൽ നിന്നാണ് ഇത് തുടങ്ങിയിട്ടുള്ള. ഒരു ആക്ട്രസ് ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല എവിടെയാണ് അഭിനയിച്ചത്, ഏത് സിനിമയിലാണ് അഭിനയിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒരു യുവനടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ, യുവനടിയുടെ പരാതി അവർ കൊടുത്തിട്ടില്ല, അത് വേറൊരു കാര്യം. ഇന്ന് വരെ അവർ പരാതി പറഞ്ഞിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ യുവനടിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ വായിൽ നിന്ന് വീണ ഹൂ കേഴ്സ് എന്നുള്ളൊരു ഡയലോഗിലാണ് ഇത്. ഇപ്പം രാഹുൽ മാങ്കൂട്ടമാണല്ലോ അങ്ങനെ പറയുന്നത്, ഹൂ കേഴ്സ് എന്ന്. അപ്പോൾ അതിലൂടെയാണ് ഇപ്പം ഇത് വെളിയിൽ വന്നത്. അപ്പോൾ അത് അന്ന് ആ ഇൻ്റർവ്യൂ എത്ര പേര് കണ്ടെന്നറിയത്തില്ല. ആ ഇൻ്റർവ്യൂ കാണാത്തതായിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് അല്ലേ. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് വെൽ പ്ലാനഡ് ആയിട്ട് ചെയ്തൊരു ഇൻ്റർവ്യൂ ആണ്. ഇപ്പം ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന അവതാരിക പ്ലാൻ ചെയ്ത് പറയിപ്പിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞിട്ടുള്ള യുവനടിയായിട്ടുള്ള റിനി, പുള്ളിക്കാരി നല്ല പ്രിപ്പയർഡായിട്ട് പ്ലാൻ ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു വിഷയം ഇതിലേക്ക് കൊണ്ടിടണം എന്ന് കരുതിയിട്ട് എടുത്തൊരു പറഞ്ഞൊരു തട്ടിക്കൂട്ടിയൊരു ഇൻ്റർവ്യൂ തന്നെയാണ് അത്. അപ്പോൾ എന്നാലും ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ വയ്ക്കാം. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയുന്നില്ല. രാഹുൽ മാങ്കൂട്ടമാണ് എന്നുള്ളൊരു രാഷ്ട്രീയ നേതാവ് എന്നെ പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വരികയും അപ്രോച്ച് ചെയ്തു എന്നെല്ലാം ഉള്ള രീതിയിലാണ്, മോശമായിട്ട് പെരുമാറി എന്നുള്ള രീതിയിലാണ് ഇനി അന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ല, അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെച്ചേക്കാം. നിങ്ങളൊന്ന് കണ്ടുപോകും. ഒരുപാട് പേര് ഇപ്പോഴും കാണാത്തതായിട്ടുള്ള ആൾക്കാരുണ്ട്. നിങ്ങളൊന്ന് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കാം, നിങ്ങളൊന്ന് കണ്ടുപോകും. പ്രശ്നങ്ങൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു ഈ രീതിയിൽ ആണെങ്കിൽ മതി എന്നുള്ള അർത്ഥത്തിലുള്ള പല സമീപനങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഏത് സ്ത്രീയും ഫേസ് അത്ര കണക്റ്റഡ് ആയിട്ട് വരുന്ന ഫീൽഡുകളിലൊക്കെ, സിനിമ, സീരിയൽ, അങ്ങനെയൊക്കെ പല മേഖലകളിൽ നിന്നൊക്കെ. ഞാൻ പിന്നെ സീരിയലിൽ അങ്ങനെ ആക്റ്റീവായി ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ചിലർ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതും ഞാൻ നേരത്തെ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞു. രാഷ്ട്രീയത്തിലും ഇതേ പ്രശ്നമുണ്ട്. എനിക്ക് ഇത്തരത്തിലൊരു യുവ നേതാവിൻ്റെ അടുത്ത് നിന്ന് വളരെ മോശമായ ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, മോശമായ അപ്രോച്ചസ് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം, റീസെൻ്റ്ലി ചില വീഡിയോസൊക്കെ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. ഈ വിഷയത്തിൽ നമ്മൾ പലരോടും ഇതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന പല മാന്യ അദ്ദേഹങ്ങളും യഥാർത്ഥത്തിൽ ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ളവരാണ്. ഈ പറയുന്ന ആളുകൾക്ക് നമ്മളിത് പറഞ്ഞതിന് ശേഷവും വലിയ സ്ഥാനങ്ങൾ നൽകുന്ന അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു വിഷയം ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം നിൽക്കുന്ന ഒരു വിഷയമാണ്, കറങ്ങി നിൽക്കുന്ന ഒരു വിഷയവും കൂടിയാണ്, അറിയാലോ. എന്നിട്ടും ഇത് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിനെ അങ്ങ് തിരസ്കരിക്കുകയാണ്. മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിനൊന്നും ഒരു ഇതും കൊടുക്കുന്നില്ല. ഈവൻ അവരെ പോലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ചില വാർത്തകൾ വന്നിട്ട് പോലും. അതാണ് ഹൂ കെയേഴ്സ്. കണ്ടല്ലോ, ഇതിലൂടെയാണ് ഈ ഒരു വിഷയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് ശേഷമാണ് പിന്നെ ഒരു വോയിസ് മെസ്സേജും ചാറ്റും ഇതൊക്കെ വെളിയിൽ വരുന്നത്. അത് ജീവിതം എന്ന് പറഞ്ഞ്
ഉള്ള ആളുകളൊക്കെ മുമ്പോട്ട് വരുന്നത്. രാഹുൽ മാങ്കൂട്ടം അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു, ഭ്രൂണഹത്യക്ക് ഇതുപോലെ നിർബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ആളുകൾ വരുന്നത്. ആദ്യം റിനിയിൽ നിന്നാണ് ഈ സാധനം തുടങ്ങുന്നത്. അന്ന് ഇത് ആൾക്കാർ അത്ര വലിയ മുഖവിലയ്ക്ക് എടുത്തില്ല. കാരണം റിനിയാന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ആൾക്കാർ ഇതങ്ങ് ഒഴിഞ്ഞ കേസാണ്. പിന്നെയാണ് മറ്റ് ഈ പറഞ്ഞിട്ടുള്ള അതിജീവിതകൾ വരുന്നത്, മുമ്പോട്ട് വരുന്നത്. അപ്പം റിനി അന്ന് ഇതിനെതിരെ പരാതിപ്പെടാനോ ഒന്നും പോയിട്ട് പോലും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പോലും റിനി എവിടെയും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഇത് ഒരാളിൽ നിന്ന് ഇതുപോലൊരു മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഒരു ഡയലോഗ് പബ്ലിക്കിൽ കൊണ്ടിട്ടതിന് ശേഷം അയാൾക്കെതിരെ ഇതുപോലുള്ള ഒരു ആരോപണം കൊണ്ടിടുന്ന സമയത്ത് എന്തുകൊണ്ട് അയാളുടെ പേര് പറയാൻ ധൈര്യപ്പെടുന്നില്ല? എന്തുകൊണ്ട് അയാൾക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ പോലും ധൈര്യപ്പെടുന്നില്ല? ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ ആണോ കോടതി? ഒരാളെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് ഒരാളെ ഇട്ട് കൊടുത്തിട്ട് ഇനി നിങ്ങൾ തീരുമാനിച്ചോ എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് അല്ലേ? ഒരാളിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരാളിൽ നിന്ന് നമുക്കൊരു പീഡനം ഏറ്റു, ഒരാളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ദുരനുഭവം നമുക്ക് ഉണ്ടായെന്നിരിക്കട്ടെ, എല്ലാവരും എന്താണ് ചെയ്യുന്നത്? അത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതിയാണ് കൊടുക്കുന്നത് ആദ്യം അല്ലേ? പിന്നെ ആ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അതിനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ അത് മുമ്പോട്ടുള്ള മേലുദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ഇതുപോലുള്ള ഒരാൾ എന്നെ മോശമായിട്ട് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് എനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്നല്ല പറയുന്നത് അല്ലേ? സാമാന്യം അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് ചിന്തിക്കാന്നേ ഉള്ളൂ. എന്നിട്ട് റിനി എന്താണ് ചെയ്തത്? റിനി പറയുന്നത് തന്നെ എന്താണ്? പറഞ്ഞിട്ടുള്ളത് തന്നെ എന്താണ്? പരാതി കൊടുത്തിട്ടില്ല. അതിന് മാത്രം ഇത് രാഹുലിനെ ഉപദേശിക്കാൻ ശ്രമിച്ചു, പലതവണ ഉപദേശിക്കാൻ ശ്രമിച്ചു, നന്നായിട്ടില്ല. നന്നാവാതെ വന്നപ്പോഴാണ് ഞാനത് പുറം ലോകത്തോട് പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ കണ്ടയാണ് റിനി വി ഡി സതീശൻ്റെ റിനി പറയുന്നത്, എനിക്ക് വി ഡി സതീശൻ എൻ്റെ അച്ഛനെ പോലെയാണ്, അതുപോലെ വി ഡി സതീശൻ എൻ്റെ കൊച്ചുമോളെ പോലെയാണെന്നെല്ലാം പറയുന്നത് നമ്മൾ കണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇത് പിന്നെ മാറിപ്പോകുന്നത്. അപ്പോൾ ഈ ഒരു തിരക്കഥ, ഈ ഒരു കഥ സംഭാഷണം ഇതെല്ലാം പൊളിയുമെന്ന് കണ്ടപ്പോഴത്തേക്കാണ്, ഇത് രാഹുലിൻ്റെ 7 അയലത്തോലും ഇത് എത്തത്തില്ല എന്ന് കണ്ടപ്പോഴത്തേക്കാണ് ഇത് കഥ മാറ്റിവിടുന്നത്. അങ്ങനെയാണ് പിന്നെ ഓരോ അതിജീവിതകൾ ഇങ്ങനെ മുമ്പോട്ട് വരുന്നത്. അന്ന് നമ്മൾ ഇതുപോലുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ വാലും തുമ്പും ഇല്ലാത്ത കുറേ ചാറ്റാണ് അന്ന് കണ്ടിട്ടുള്ളത്. ഇന്നും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്ക് അറിയത്തില്ല. വാലും തുമ്പും ഇല്ലാത്ത കുറേ ചാറ്റുകളാണ് ചാനലുകളിലൂടെയൊക്കെ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ പുറം ലോകം കണ്ടത്. അന്ന് അതുപോലെയാണ് വാലും തുമ്പും ഇല്ലാത്ത ഒരു വോയിസ് മെസ്സേജ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ വോയിസ് മെസ്സേജിനകത്ത് നമുക്ക് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നല്ല വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടം പറയുന്നതിനുള്ള റിപ്ലൈ അല്ല, ഓപ്പോസിറ്റിൽ നിന്ന് ആ പരാതിക്കാരി എന്ന് പറയുന്ന ആളുടെ വോയിസ് ആണെന്നാണ് പറയുന്നത്. അപ്പം പരാതിക്കാരിയുടെ വോയിസിൽ നിന്നുള്ള റിപ്ലൈ പോകുന്നത് രാഹുൽ മാങ്കൂട്ടം ആനയെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ചക്കയെന്ന് പറയും. അന്ന് നമ്മൾ കേട്ട വോയിസിനകത്തെല്ലാം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിയുന്നതിന് മുമ്പേ ഒരു കുഞ്ഞിനെ വേണമെന്നാണ് പറയുന്നത്. ഇപ്പം കല്യാണം കഴിയുന്നതിന് മുമ്പേ ഒരു കുഞ്ഞിനെ വേണമെന്ന് ആരെങ്കിലും പറയും. ഇനി രാഹുൽ മാങ്കൂട്ടം അങ്ങനെ പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു പെണ്ണ് അത് അക്സെപ്റ്റ് ചെയ്യുമോ? കല്യാണം കഴിയുന്നതിന് മുമ്പേ ഒരു കുഞ്ഞിനെ വേണമെന്ന് ഒരു അഭിപ്രായം ഒരു പെണ്ണ് അംഗീകരിക്കുമോ? ഒരിക്കലും ഒരു സ്ത്രീയും അംഗീകരിക്കത്തില്ല. അപ്പം എന്തായാലും ഇതിനൊക്കെ പറ്റിയിട്ട് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരും സ്ത്രീകളുമാണ് ഏറ്റവും കൂടുതൽ ഇതിനെതിരെ പ്രതികരിക്കുന്നതും രാഹുലിന് സപ്പോർട്ട് കൊടുക്കുന്നതും. ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരാണ് ഇതിനെതിരെ സപ്പോർട്ട് രാഹുലിന് നൽകുന്നത്. ഞാനൊരു വീട്ടമ്മയുടെ വോയിസ് ഇവിടെ വെക്കാം, നിങ്ങളൊന്ന് കേട്ട് നോക്കുക. പാലക്കാട്ടെ ഒരു ജനങ്ങളുടെ ആവശ്യം എന്താ ഇത്തവണ? രാഹുൽ വരാണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. ഇവിടെ രാഹുലിനെ മാറ്റിയാൽ ഇവിടെ എല്ലാവരും പ്രതികരിക്കല്ല. ഇവിടെ ഒരൊറ്റ വോട്ട് കിട്ടില്ല. ഇവിടെ ഇവൻ നിന്നാലും കിട്ടില്ല. വി ഡി സതീശനല്ല, ചെന്നിത്തലയല്ല, പിന്നെ എന്താണ് കിങ്ങിണി പറഞ്ഞ ഒരാളില്ല, എന്താണ് ഉരുളിയ അവർക്കൊന്നും ഞങ്ങൾ വോട്ട് കൊടുക്കില്ല. നിങ്ങളുടെ ചാനൽ ഞാൻ ഇവിടെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു വോട്ട് ഞങ്ങളുടെ കയ്യിൽ പ്രതീക്ഷിക്കേണ്ടത്. ഷാപ്പി അവിടെ MLA ഇത് വിട്ടിട്ട് വരണ MLA ഒക്കെ വിട്ടിട്ട് വരുന്നത് എം പി ആണ് വടകര. അത് വെച്ചിട്ട് ഇവന്മാര് രാഹുലിനെ ഇതാക്കുക എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുവന്നാൽ എങ്ങനെയാവും ജനങ്ങളുടെ പ്രതികരണം? ഷാപ്പിനെ കൊണ്ടുവന്ന വോട്ട് കിട്ടില്ല എന്നില്ല. പക്ഷെ എന്നാലും അതൊരു ചതിയല്ലേ സാർ അത് നടക്കുന്നത്? അതൊരു ചതിയല്ലേ നടക്കുന്നത്? വെറുതെ എങ്ങനെ മാറി മാറി വരാൻ നിന്ന് ആ കുട്ടി എന്തിനു പറ്റും? ആ കുട്ടിനെ ആരെയും ഏറ്റെടുക്കുക? ഞങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങൾക്ക് രാഹുൽ ഇവിടെ വന്നാൽ ഞങ്ങൾ സൂപ്പറായി ഞങ്ങൾ വോട്ട് കൊടുക്കും. ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ കയറ്റിയിരുത്തി ഞങ്ങൾക്ക് നല്ല രാഹുലിനെ ഞങ്ങൾ അനുകൂലിച്ചുകൊണ്ട് നിൽക്കുന്ന ജനമാണ് ഞങ്ങളുടെ പാലക്കാട്ട്. ഞങ്ങൾക്ക് അത് എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അവിടെ ഞങ്ങൾക്ക് രാഹുൽ ഒരു തെറ്റ് ഞങ്ങൾക്ക് ചെയ്തു തോന്നുന്നില്ല. ഇവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇവർ ഓരോന്ന് ചെയ്തിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാർ കണ്ടു നിൽക്കില്ല സാറേ. ഇത് നിങ്ങൾ ഈ ഇത്രയും ദിവസം ഈ 4-5 മാസമായിട്ട് നിങ്ങൾ ഒരാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ആൾക്കാരെന്താ അതിന് ഉൾക്കൊള്ളാത്തത്?
ഈ വായി വരാണ്ട് സാറിന്റെ ചാനൽ ഈ ആൾക്കാരൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇവര് ഇത്രയും നിന്നിട്ട് ഇപ്പൊ ഇയാൾക്ക് ഒരു കേസ് വന്നു, ഇയാളുടെ കേസ് വന്നപ്പോൾ മാത്രം അത് അട്ടിമറിക്കാൻ ഇയാൾ തന്നെ നോക്കൂടാ, അത് ശരിയല്ല, അത് തെറ്റല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് കാര്യം വെളിയിൽ ഇപ്പൊ വരില്ല. നമ്മൾ സംസാരിച്ചപ്പോ കണ്ടോ രാഹുലിനെ സംബന്ധിച്ചുള്ള ഇവന്മാർ ഇത്രയും നശിപ്പിക്കാൻ നോക്കിയിട്ടും രാഹുലിന്റെ ഗ്രാഫ് എവിടെ നിൽക്കുന്നത്? ഇന്ന് സ്വതന്ത്രനായിട്ട് എവിടെ നിന്നാലും രാഹുൽ ജയിക്കുമല്ലോ. സ്വതന്ത്രമായിട്ട് ഞങ്ങളുടെ കൂടെ നിർത്താൻ പറയും, ഞങ്ങളോട്ട് കൊടുക്കാം. ആ സ്വതന്ത്രമായിട്ട് ഈ പാലക്കാട് ഞങ്ങൾ കൂടെ നിർത്തി ഞങ്ങൾ വോട്ട് കൊടുത്ത് ഞങ്ങൾ ജയിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ രാഹുലിനെ വിടില്ല. രാഹുൽ 200 വീട് അവൻ തറക്കല്ലിട്ട കുട്ടിയാണ്. അതേപോലെ തന്നെ എനിക്കൊരു അനുകൂലം എനിക്ക് കിട്ടിയില്ല, എനിക്ക് അനുകൂലം തരില്ല. ഞാൻ ഇപ്പൊ തറക്കല്ലിലാണ് ഞാൻ ജീവിച്ച് പോണ ഒരാളാണ്. എനിക്ക് 31 വയസ്സായി സാറേ. എനിക്ക് ഇന്നൊരു അനുകൂലം വേണ്ട. ഞാൻ എന്റെ അനുകൂലത്തിന് വേണ്ടിയിട്ടല്ല. എനിക്ക് അവൻ നല്ലൊരു മകനാണ്. അവന്റെ അമ്മന്റെയും അവന്റെ പെങ്ങന്മാരുടെയും കാര്യങ്ങൾ ആലോചിക്കാണ്ട് ഇങ്ങനെ വന്ന് കേട്ടല്ലോ, സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ രാഹുലിന് സപ്പോർട്ട് കൊടുക്കുന്നത്. കാരണം അവർക്ക് കാര്യങ്ങൾ അറിയാം, അതുകൊണ്ടാണ് രാഹുലിനെ ഇത്രയും സപ്പോർട്ട് നൽകുന്നത്. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. രാഹുൽ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും, അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. ഇനി ഈ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടികളും രാഹുലിനെ ഏറ്റെടുത്തില്ലെങ്കിൽ തന്നെയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ രാഹുൽ പുഷ്പം പോലെ ഡബിൾ ശക്തിയോടുകൂടി രാഹുൽ തിരിച്ചു വരും. കാരണം രാഹുൽ എന്നൊരു രാഷ്ട്രീയക്കാരനെ, രാഹുൽ എന്നൊരു ഒരു ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. അതുമാത്രം മതി പുള്ളിക്ക് പിന്നെയും കയറി വരാൻ, അല്ലേ?